എങ്ങോട്ടാ പപ്പി? കണ്ടിട്ട് ഇവർക്കെന്തോ ആഘോഷ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു സത്യേ. എങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇവരുടെ സംഘത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയാലോ. ഇറങ്ങണോ? ചുമ്മാ ഇറങ്ങാന്നേ, എന്നിട്ട് ഉറക്കം വരുമ്പോ ഒന്ന് കിടക്കാം. പപ്പി, നമ്മൾ എന്തിനാ വന്നത്? കാഴ്ചകൾ കാണാനല്ലേ. അപ്പൊ പിന്നെ നമ്മൾ പോയി കിടന്നാൽ എങ്ങനെയാ? സത്യം പറഞ്ഞത് കറക്റ്റാ. എന്ത് ഭംഗിയാ ഇവരിങ്ങനെ ഒന്നിച്ചു പോകുന്നത് കാണാനായിട്ട്. ലൈറ്റും കത്തിച്ച് ജാഥ പോകുന്നത് പോലെ ഉണ്ട്. എന്നാ വാ. അച്ഛനും അമ്മയും അവരടുത്ത് പറഞ്ഞിട്ട് പോയാലോ? വേണ്ട, ചിലപ്പോ പോയണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് അവരറിയണ്ട. അത് വേണോ സത്യേ? നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം പപ്പി. മിനിങ്ങ വേഗം വാ. സത്യേ, നമുക്കൊന്ന് പറഞ്ഞിട്ട് പോയാലോ? പപ്പി ഒന്ന് വേഗം വന്നേ, മിന്നാമിനിങ്ങ ഇപ്പൊ പോവും. ഉറങ്ങണ്ടേ? അവിടെ കുട്ടികൾ രണ്ടുപേരും ഉറങ്ങിക്കാണും. എങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നേരം വിളിപ്പിക്കാം. അതെ, ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ല. അത് ശരി. ഈ കാനന ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് എവിടെയോ ബാക്കി വെച്ച നമ്മുടെ പ്രണയ സങ്കല്പങ്ങൾക്ക് ഒരു തിരിച്ചു. അതെ, കുറച്ച് സാഹിത്യമൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ, ഒരു പേപ്പർ മേനം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ സെക്കൻഡിൽ എഴുതി തരും. നല്ല ഒന്നാമതൊരു പ്രണയ കവിത. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, താണിതുപോലെ അടുത്ത് വേണം. എന്റെ വിഷ്ണുട്ടാ, ഞാൻ കൂടെ ഉണ്ടല്ലോ. ഇനി ഈശാലിന് എന്നും കൂടെ ഉണ്ടാവും. ഓ